സാൻഡ്വിച്ച്ഡ് ജനറേഷൻ എന്താണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു. മോസ്റ്റ്ലി മിഡിൽ ഏജ്ഡ് അഡൽട്ട്സ് സ്വന്തം മാതാപിതാക്കളുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ ഉള്ള ഒരു സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു ജനറേഷൻ. അപ്പം ആ സ്ട്രെസ്സ് ബേൺഔട്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും നമുക്കൊന്ന് നോക്കാം. അതായത് മാതാപിതാക്കളും ആ സമയത്ത് കുറച്ചൊക്കെ വൈകാരികമായിട്ടും ഒക്കെ പിന്തുണ പ്രതീക്ഷിക്കും. പിന്നെ കുഞ്ഞുങ്ങളെ പോലെയൊക്കെ അവരുടെ മനസ്സിനും കട്ടിയൊക്കെ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പൺലി വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. അവരെ സംസാരിച്ച് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് പറ്റുന്ന കുറച്ച് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. അതായത് റിട്ടയർഡ് ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കുറച്ച് പാഠങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ കുട്ടികളാണ് നമുക്കുള്ളതെങ്കിൽ അവർ കഥ പറഞ്ഞ് ഉറക്കുക, അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. എന്തുകൊണ്ടെന്നാൽ ആ മിഡിൽ ഏജിൽ നമ്മളും നമ്മുടെ വർക്ക് വൈസ് ഓർ ഹോംലി റിലേറ്റഡ് നമുക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, പ്രഷറുണ്ട്. അപ്പം നമ്മളെ സെൽഫ് കെയർ ചെയ്യാനും സമയം കണ്ടെത്തണം. അതായത് നമ്മുടെ ഹെൽത്തും ആ സമയത്ത് മുഖ്യമാണ്. പിന്നെ മോർ ഓവർ ഈ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ, ഈ മാതാപിതാക്കളുടെ ഈ ഏജ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി കണ്ട് നമ്മൾ ഫിനാൻഷ്യലായിട്ടൊരു നല്ലൊരു പ്ലാനിങ് നടത്തി, അതായത് നമ്മൾ പെട്ടെന്നൊരു ചിലവ് വരുമ്പം താങ്ങാനാവാതെ അവിടെ കിടന്ന് നട്ടം തീരരുത്. അപ്പം അതും ചെയ്യുക. പിന്നെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം തീർച്ചയായിട്ടും നമ്മളുടെ മിഡിൽ ഏജ് ക്രൈസിസ് അനുഭവിക്കുന്നവരാണ് ഈ സാൻഡ്വിച്ച് ജനറേഷൻ ഉള്ളെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അതായത് നമുക്ക് ചുറ്റും കുറച്ച് പോസിറ്റീവായിട്ട് ലൈക്ക് മൈൻഡഡ് പീപ്പിളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പം നമുക്ക് ആ ഒരു നമ്മുടെ വിഷമങ്ങൾ ലഘൂകരിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സ്ട്രെസ്സ്, അതായത് ഈ പാരൻസിൻ്റെയും ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, അതായത് കുറച്ച് കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫ് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.